ഇതുണ്ടോ അടിച്ച 3 വേറെ സാധനം ഇതേപോലെ തന്നെ ക്യാൻസൽ ചെയ്തിട്ടോ. ഗൈസ് നോക്കൂ, ഈ കാണുന്ന മൊത്തം 2 ലക്ഷം കസാക്ക് മണിയും ഈ കാണുന്ന നാട്ടിലെ ഏകദേശം 17,000 രൂപ അടുത്ത് റഷ്യൻ റൂബിൾ. അതല്ലേ റൂബിള്, ഈ സാധനമാണ് റൂബിൾ കേട്ടോ. അത് നമ്മുടെ കൈ കിട്ടണ്ടേ 1000-ന്റെ വരുന്നുണ്ട്. എടാ സെവിനെ നമുക്ക് അവിടെ കിട്ടിയ പൈസ കിട്ടിയോ? അവിടെ കിട്ടിയ 100-ന്റെ അല്ലേ? ഗൈസ് ഇതൊരു ഏജന്റ് ആട്ടോ. ആകെ കുടുങ്ങലായല്ലോ ഇവന്റെ അടുത്ത്. ഗൈസ് ഫൈനലി നമ്മൾ വന്ന അതേ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷനാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി അതാണ് നോക്കൂ. അങ്ങനെ നമ്മൾ കഴിഞ്ഞ 6, 7, 8 8ാമത്തെ ദിവസമാണ് ഇന്ന്. 8ാമത്തെ ദിവസത്തിന് ശേഷം നമ്മളങ്ങനെ യാത്ര ചെയ്യാണ്. നമ്മുടെ യാത്രയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം നമുക്ക് സംഭവിക്കുന്നത്. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു രാജ്യത്ത് ഓവർ സ്റ്റേ അടിക്കുന്നത്. ചരിത്രത്തിൽ രാജ്യത്ത് പോയിട്ടുണ്ട്. ഈ പ്രാവശ്യമാണ് അബദ്ധങ്ങൾ. ഗൈസ് നോക്കൂ, അതായത് നമ്മളങ്ങനെ ആദ്യമായിട്ട് ഒരു രാജ്യത്ത് ഓവർ സ്റ്റേ അടിച്ചു പോയി. നമുക്കത് വേണേ ഫൈൻ അടിക്കാതെ പോവാം, ഫൈൻ അടിച്ചും പോവാം. ഫൈൻ അടയ്ക്കാതെ പോയിട്ടുണ്ട് പിന്നെ ജീവിതകാലത്ത് ഈ രാജ്യത്ത് കയറാൻ പറ്റൂല. പിന്നെ അടുത്ത നമുക്ക് വിസ വെക്കാൻ നേരത്തെ എംബസി വെക്കാൻ നേരത്തെ വിസ കിട്ടൂല. 1 ലക്ഷം ടെങ്കിയാണ് ഫൈന്. 1 ലക്ഷം അല്ലേ? നാട്ടിൽ ഏതാണ്ട് 17,000 രൂപ വരും. അതാണ് അതിന്റെ യാഥാർത്ഥ്യ സുഹൃത്തുക്കളെ. ഓവർ സമയം ഈ തലയിലെ സാധനം ഇല്ലാതെ നിൽക്കാൻ പറ്റില്ല. ഇത്രയും ദിവസം വലിയ തണുപ്പില്ലായിരുന്നു. ഇത്രയും ദിവസം വലിയ തണുപ്പില്ല. ഇന്ന് പെട്ടെന്ന് തണുപ്പ് കൂടിയ പോലെ. അങ്ങനെ കഴിഞ്ഞ ഒരു 8 ദിവസം നരക തുല്യമായ ജീവിതമാണ് ഞാനും സെബിനും കൂടി ഇവിടെ ജീവിച്ച് തീർത്തത്. കാരണം പെട്ടെന്ന് ഞങ്ങളെ പിടിച്ച് കൂട്ടിലിട്ട പോലെ ആയിപ്പോയി. ഞങ്ങൾക്ക് എങ്ങോട്ടും പോകാൻ പറ്റാത്ത ചേച്ചി നമുക്ക് അതിന്റെ ഉള്ളിൽ സ്ഥലം തന്നാലും നമ്മൾ രക്ഷപ്പെട്ടല്ല. ലോകത്തുള്ള അവസാനം ഇവനെ രക്ഷിച്ചത് ഏതോ ഒരു ഫുട്ബോൾ ഗെയിമും എന്നെ സെബിനെ രക്ഷിച്ചത് മിനിമിനിറ്റ് കളിച്ച് ഫോണിന്റെ ട്രൗസർ കീറി ഞങ്ങള്. ഗൈസ് ഇത് കണ്ടോ, ഇവിടെയാണ് ആ പാർക്കിങ്. പിന്നെ ട്രക്ക് കയറി പോകുന്ന അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ വണ്ടി ഇട്ടുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ വണ്ടി ഇറക്കി. ഇവിടെ തണുപ്പ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാത്റൂമൊക്കെ ക്ലോസ് ആവും. ഇങ്ങനെയാണ് ഇവിടെ പറയാ. വണ്ടി ഇവിടെ ഉണ്ട്. കഴുകിയ വണ്ടിയുടെ കോലം കണ്ടോ നിങ്ങൾ? ഇതാ കാണിച്ചു തരാം. വാ സെവിനെ വേടാ, നല്ല കണി കാണിച്ചു കൊടുക്കട്ടെ. ഭക്ഷണം കഴിച്ചുകൊണ്ട് വൈദ്യുതി കാണുന്നവരാണ് ഇന്ന് സുഖം. ഇതുണ്ടോ, ഇങ്ങനെ ഒരു കുഴി കുത്തി എടുക്കും കേട്ടോ. ഇങ്ങനെ ഒരു കുഴി കുത്തിയിട്ട് ഈ കാണുന്നതാണ് ബാത്റൂം എന്ന് പറയുന്നത്. വേറെ സംഭവമൊന്നുമില്ല. തണുപ്പായി കഴിഞ്ഞാൽ ഇതല്ലാതെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. നല്ല മഞ്ഞാണെങ്കിൽ ഉള്ളിലത്തെ വെള്ളം ഫ്രീസാവും. ഫ്രീസായി കഴിഞ്ഞാൽ ബാത്റൂമിലോട്ട് കയറ്റില്ല. യെസ് ഗൈസ്, അപ്പം നമ്മൾ നേരെ ഇവിടുത്തെ വിസ എമിഗ്രേഷൻ ഓഫീസിലേക്ക് പോവുകയാണ്. അവിടെ നമുക്കൊരു മാടമുണ്ട്. ഇന്നലെ രാത്രി ഞങ്ങൾ അവിടെ പോയായിരുന്നു. ഇന്നലെ രാത്രി അവിടെ പോയപ്പോൾ ലിബിനോടും സെബിനോടും ഞങ്ങളോട് ഒരു പ്രത്യേക ഭാഷയിൽ ഇങ്ങനെ കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മറ്റേ അവിടുത്തെ മെയിൻ മാഡം പറഞ്ഞു എഫ് യു നാ മക്കളെ ഇങ്ങനെ കാണിച്ചിട്ട് ഇതാ നിങ്ങളെ കൊണ്ട് പറയുന്നുണ്ട്. ഈ ഏരിയയിൽ എല്ലാ പോലീസുകാരെയും വീഡിയോ കോൾ വിളിച്ച് കാണിച്ചു കൊടുത്തു. അങ്ങനെ എല്ലാ പോലീസുകാരും ഞങ്ങൾ തെറി വിളിച്ചിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് അത് നല്ലൊരു മാഡം കേട്ടോ. ആ മാഡം സൂപ്പറാണ്. പുള്ളിക്കാരി എല്ലാ പ്രശ്നം തീർത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം അവൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പം അങ്ങോട്ട് ഒരു രാജ്യത്ത് വന്ന എല്ലാ പോലീസുകാരും തെറി വിളിക്കാൻ ഒരു അവസരമാക്കി പോലീസുകാരൻ തന്നെ ആക്കി തന്നു. ഗൈസ് ഇനി 2-3 കാര്യങ്ങൾ പറയാം. വാ കമാൺ ഗൈസ്. ഇതുണ്ടോ, ടയറിനൊക്കെ കാറ്റ് കുറവുണ്ട്. കാരണം 7 ദിവസമായിട്ട് അനങ്ങാതെ വണ്ടി കിടക്കുമല്ലേ. ഈ കാണുന്ന 20-40 ലിറ്ററിൻ്റെ അകത്ത് നമുക്ക് എണ്ണ അടിക്കണം. ഒരുത്തരും അത് മസ്റ്റായിട്ട് ചെയ്യണം. പിന്നെ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉസ്ബെക്കിസ്ഥാനിലേക്കാണോ റഷ്യയിലേക്കാണ് പോകുന്നതെന്നുള്ളത് വൈകുന്നേരം 6 മണിക്ക് പറയാം. അതായത് ഒരു വിസയും കൂടെ നമുക്ക് കിട്ടാനുണ്ട്. അതും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിട്ട് പറയാൻ വേണ്ടി പറ്റും. അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞിട്ട് വേണം ബാക്കി കാര്യങ്ങൾ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ വേണ്ടി. വേറെ എന്താ 2-3 കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നുള്ള, അതായത് വേറെ എന്നാ പറയാനുണ്ടായിരുന്നത്? കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ വൈകിട്ടാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് റഷ്യ ചെന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് പൈസയും കാര്യങ്ങളും എടുത്തിട്ട് പോകണം. പിന്നെ നമ്മൾ ഒന്നും കൂടെ റഷ്യ കയറേണ്ടി വരും. മറ്റേ രാജ്യമാണെങ്കിൽ നമുക്ക് ഇത് മറ്റേ ആകുമ്പോൾ ഇത് മൊത്തം തീരുമാനമാക്കിയിട്ടുണ്ട്. ഇതിലങ്ങ് പോയാൽ മതി. പിന്നെ അതായത് നമ്മളുണ്ടല്ലോ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, റഷ്യ മൊത്തം കണ്ടു കയറണം. നമ്മൾ 3 പ്രാവശ്യം റഷ്യ കയറണം. എന്നാലും കണ്ടു തീർക്കാൻ പറ്റില്ല. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അന്നത്തേനും നമ്മുടെ യൂറോപ്പിന്റെ വിസയും തീരും. കമൺ ഗൈസ് നോക്കൂ, അതായത് 2 വാക്കിട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചു. ചില സമയങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ എറർ ലോങ്ങിൽ നിന്ന് സംസാരിക്കും വരുന്നു. വേറെ കാര്യമുണ്ട്, ബോർഡർ സൈഡിൽ ചെന്നിട്ട് നമ്മൾ വാക്കിട്ടൊക്കെ സംസാരിക്കാൻ നിൽക്കില്ല. അവർ എല്ലാം കയറി പിടിക്കില്ല. പിന്നെ ആ ഡിസ്പ്ലേ ഇത് ഇങ്ങോട്ട് മാറ്റി, ഇത് ഇങ്ങോട്ട് നോക്കൂ. അതായത് ഇത് കൂട്ടുന്നത്, ഇത് സ്പാനിൻ്റെ സ്പീഡ് കൂട്ടുന്നത്, ഇതേ പിടിച്ച് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് ഡിഗ്രിയിൽ വർക്ക് ചെയ്യണം. ഇപ്പോൾ 24, 29,
36 ഏറ്റവും പീക്ക് ലെവല്. അതിൻ്റെ സംഭവങ്ങൾ അതിനെ ഇങ്ങോട്ട് മാറ്റി ഇപ്പോൾ ഇവിടുന്ന് കൺട്രോൾ ചെയ്യാം. പിന്നെ അതിൻ്റെ റിമോട്ട് ഇവിടെ തന്നെ ഉണ്ട്. അതിനെക്കുറിച്ച് ഇനി കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അപ്പം ഗൈസ് അങ്ങനെ 6-7 ഇതിൻ്റെ ഉള്ളിൽ കോട്ടൊന്നും വേണ്ട കാര്യമില്ല. കോട്ടൊന്നും വേണ്ട കേട്ടോ, കാരണം ഇത് ഫുള്ള് വാം നല്ല ഹീറ്റിലാണ് വാഹനമുള്ളത്. നമ്മളങ്ങനെ 6-7 ദിവസങ്ങൾക്ക് ശേഷം വാഹനം എടുക്കാൻ വേണ്ടി പോവുകയാണ്. 7-8 ദിവസം ഈ കാണുന്ന ഇതിൻ്റെ ഉള്ളിൽ ഞങ്ങൾ വിങ്ങി നീറിയാണ് ജീവിച്ചത്. സത്യം പറയാലോ, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഫൈനലി ലാസ്റ്റ് വിസ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഇതേ ക്ലച്ച് ചവിട്ടി ഇതേ ഫസ്റ്റ് ഗിയറിലേക്കിട്ട് വാഹനം നീങ്ങുന്നില്ലേ, പോയോ ഗൈസ്? ഹാൻഡ് ബ്രേക്കിലായിരുന്നു സുഹൃത്തുക്കളെ. യെസ് ഗൈസ്, നമ്മളങ്ങനെ പോവുകയാണ്. അപ്പോൾ ഫൈനലി നമ്മൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ ഓഫീസർ അതിൻ്റെ മുന്നായിട്ട് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ATM കൗണ്ടറിലേക്കാണ്. സെബിൻ നേരത്തെ പറഞ്ഞ പോലെ 1 ലക്ഷം ടെങ്ക് എടുക്കണം, എന്നിട്ട് അത് ഫൈൻ അടച്ചെങ്കിൽ മാത്രമാണ് ഫൈൻ തീരുള്ളൂ. 10 ദിവസം നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഏകദേശം 8 ദിവസം, ഇനി 2 ദിവസം കൂടെ നമുക്കുള്ളൂ. ഏതായാലും അടിച്ച് 10 ദിവസം തന്നെ അടിച്ചു മേടിക്കാൻ കേട്ടോ അവനെ. അല്ല, അങ്ങനെ കിട്ടത്തുള്ളൂ. അതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സംഭവം. അപ്പം ഫൈനലി റോഡിൽ കയറി കേട്ടോ. ഇതുണ്ടോ, നമ്മളങ്ങനെ എത്ര ദിവസത്തിന് ശേഷമാണ് ഗൈസ് നോക്കൂ, അങ്ങനെ 8 ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ റോട്ടിൽ കയറി. ഗൈസ് ഇവിടെ ഉണ്ടല്ലോ ഈ ചേച്ചിമാർ പിള്ളേരെ കൊണ്ട് വന്ന് നമ്മുടെ വണ്ടിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കും. കണ്ടമാനം ഇഷ്ടം പോലെ ആൾക്കാർ എടുക്കാറുണ്ട്. ഹായ് 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 ഗൈസ് നോക്ക്. ഫൈനലി ഈ കാണുന്ന ഇവിടെ വാഹനം ഒതുക്കി. ഇതൊക്കെ എന്തോ ഷോപ്പിംഗ് മാൾ പോലത്തെ സംവിധാനങ്ങളാണ്. അവിടെ നിന്നാണ് നമ്മൾ വന്നത്. ഞങ്ങളെ സ്ഥിരം പറ്റിക്കാറുള്ള ഒരു ഫ്രൂട്ട്സ് കടക്കാരൻ അവിടെ ഉണ്ട്. അതായത് ഓറഞ്ചിന് ഇവിടുത്തെ 1700 രൂപ, അതായത് നാട്ടിലത്തെ 350 രൂപ. ഉണ്ടോ കൊച്ചു ഞങ്ങളുടെ വീഡിയോ എടുക്കുന്നത് ഇതുണ്ടോ, അവൻ ഫോട്ടോ എടുക്കും കേട്ടോ. ഗൈസ് സന്തോഷമായി. യെസ് ഗൈസ്, ഞങ്ങൾ നേരെ ഇങ്ങോട്ടാണ് നടക്കുന്നത്. ഇവിടെ ഒരു കാസ്പ്രസി ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മണിയാകുമ്പോൾ പൂട്ടും, രാവിലെ 7 മണിയാകുമ്പോൾ തുറക്കും. അതാണ് ഇവിടുത്തെ രീതി. അപ്പം ഇവിടെ നേരെ പോയിട്ട് ഒരു ATM ഉണ്ട്, അവിടെ പോയിട്ട് നമുക്ക് പൈസ എടുക്കണം. ഏതോ അയ്യോ ഗൈസ് വണ്ടി വരുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളിലൊന്നാണ് ഈ ആക്സിഡന്റ്. എന്തോരം ബെൻസ്, BMW അങ്ങനത്തെ വണ്ടികൾ എന്തോരം ഇവിടെ. ഇത് ലാഡാ ഗൈസ്. നോക്ക്, ഇങ്ങനെയൊക്കെ കണ്ടമാനം വാഹനങ്ങളുണ്ട് കേട്ടോ. ഗൈസ് ഞങ്ങൾ എന്തായാലും നേരെ പോയിട്ട് ആദ്യം മാഡത്തിന് കൊടുക്കാനുള്ള പൈസ എടുക്കുക, ഫൈൻ അടയ്ക്കാനുള്ള പൈസ. നമ്മുടെ പുറകെ ഓടി വരുന്നത് എന്താണാവോ? നമ്മളോടാണോടാ? അല്ല, ഗൈസ് നമുക്ക് ലാംഗ്വേജ് അറിയില്ലാത്തതുകൊണ്ടെന്ന് പറയുന്നത്. ഇതൊക്കെ കണ്ടോ? ഗൈസ് ഇതൊക്കെ റഷ്യൻ സോവിയറ്റ് ടൈപ്പ് ബിൽഡിംഗ്. ഇങ്ങനെ പോവാണെങ്കിൽ നമ്മൾ ഇവിടുത്തെ ഭാഷ മൊത്തം പഠിക്കുമല്ലോ അല്ലേ? ഇന്നലെ കൈ ചൂണ്ടി കാണിച്ചെന്നില്ലേ? നടുവരലാട്ടോ ഇന്നലെ പൊക്കി കാണിച്ചെന്ന്. ഗൈസ് ഇവിടെയൊക്കെ ഈ പോലീസ് സംവിധാനങ്ങളൊക്കെ ഭയങ്കര ഇത്ര സ്ട്രിക്റ്റ് ഒന്നും അല്ല കേട്ടോ. ഇവർ ഉള്ളിൻ്റെ ഉള്ളിൽ. നമ്മുടെ അവിടെയൊക്കെയാണ് സാറ്, വലിയ സാറ്, ചെറിയ സാറ്. റഷ്യ. നോക്കി, ഈ കാണുന്നൊക്കെ ഗവൺമെന്റ് ബിൽഡിങ്ങുകളാണ്. ടൂറിസ്റ്റ്. ഈ കാണുന്നതാണ് ATM. ഇവിടെ നിന്നാണ് നമുക്ക് ഇവിടെ ATM എന്ന് പറയുന്നത് കാസ്പ്രസി. അങ്ങനെയൊക്കെയാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പൈസ എടുക്കട്ടെ കേട്ടോ. ഈ കാണുന്നതാണ് നമുക്ക് അവിടെ കൊടുക്കാനുള്ള പൈസ. ഇതിൻ്റെ അത് ഏറ്റവും വലിയ നോട്ടാണ് ഇത്. അല്ലല്ല, 1 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ട്. ഉണ്ടോ? ഇതാണ് ഈ മാഡത്തിനുണ്ട് പെനാൽറ്റി അടിക്കാനുള്ള. ഇതിൻ്റെ അകത്ത് 10,000 മാറ്റണം കേട്ടോ, എങ്കിൽ മാത്രമേ ഫൈൻ കൊടുക്കാൻ പറ്റുള്ളൂ. 90,000 ആണ് ഫൈൻ. 90,000 ഫൈന്. 10,000 എന്ന് വെച്ചാൽ നമ്മുടെ കീശയിലോട്ട്, അല്ലാതെ അവരുടെ കീശയിലോട്ട്. മാഡം തന്നത് വേറെ എന്നാ. ഫൈനലി പോലീസ് എസ്കോർട്ടേഴ്സ്, അതായത് ഇമിഗ്രേഷൻ അവിടെ നമ്മുടെ വണ്ടി എത്തിയിട്ടാ. കഴിഞ്ഞോടാ നിർത്തും. ഇവിടെ നേരെ പോയി കയറട്ടോ. അതിൻ്റെ ഉള്ളിൽ വീഡിയോ സംഭവങ്ങളൊന്നും എടുക്കാൻ പറ്റില്ല. നേരെ പോവാം. പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. കാര്യങ്ങൾ ശരിയായില്ല കേട്ടോ. ആ കറക്റ്റ് സമയത്ത് ഉസ്ബെക്കിസ്ഥാൻ വിസ വന്നു. 2 പേരുടെ 3 പേരെ വരേണ്ട അടുത്ത് 2 പേർ വന്നു, പെട്ടു. ലാസ്റ്റ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്ക് വന്നു. മൊത്തം വാലേക്കും അസ്സലാം. വാലേക്കും അസ്സലാം. ഞങ്ങൾക്ക് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഓക്കെ ഗൈസ് നോക്കൂ, അതായത് ലാസ്റ്റ് ഞങ്ങൾ ഉസ്ബെക്കിസ്ഥാനിലേക്കാണ് പോകുന്നതെന്ന് പറഞ്ഞു. മൊത്തം പ്രശ്നമായി. മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ടും മിംഗ്ലിംഗ്. അങ്ങനെ കുറേ 1 മണിക്കൂർ പോയി. അങ്ങനെ അവരുടെ ലഞ്ച് ബ്രേക്കാണ്. ഇനി 3 മണിക്കേ ഉള്ളൂ. 1 മണിക്ക് ലഞ്ച് ബ്രേക്ക് തുടങ്ങിയിട്ട് 1 മണിക്കല്ല 12:30 ലഞ്ച് ബ്രേക്ക് തുടങ്ങിയിട്ട് 3 മണി വരെ. അതും പോരാ, നമ്മുടെ കയ്യിൽ 3 പേർ ഉസ്ബെക്കിസ്ഥാൻ വിസ ഉണ്ടായി നമുക്ക് പോവായിരുന്നു. 2:30 ഉള്ളൂ. അതാണ് പറ്റിപ്പോയത്. കോമഡി ഉണ്ട്. നമ്മുടെ അടുത്ത് വിസ ഇല്ലെങ്കിൽ അങ്ങോട്ട് കേട്ട് അഡീഷണൽ പൈസ കൊടുത്താൽ മതിയെന്ന്. മൊത്തം എന്തൊക്കെയാ സംഭവങ്ങൾ ഞങ്ങൾക്ക് തന്നെ പെടുത്തുന്നില്ല. എന്തായാലും ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾക്ക് ആദ്യം ഇവിടെ ഒന്ന് അന്തരീക്ഷം ഒന്ന് ടെസ്റ്റ് ചെയ്യണ്ട, അതിന് ശേഷം ഭക്ഷണം കഴിക്കണം അല്ലേ? അതിന് ശേഷം എന്നാ
നീ കൊണ്ടുപോയില്ല ഇല്ല ഈ വണ്ടിക്കകത്തുണ്ടാവും. ഗൈസ് നോക്കൂ, എന്തായാലും ഈ കാണുന്നത് ഇവിടുത്തെ എന്തോ വലിയ ഓഫീസാണ്. ആ ഓഫീസിന്റെ തൊട്ട് സൈഡിൽ ചാരി ഞങ്ങളും നിൽപ്പുണ്ട് കേട്ടോ. കിട്ടിയില്ലേ? വേറെ സംഭവം ഉണ്ടാവില്ലേ, ഉച്ചയും കൂടെ കഴിയുവാണെങ്കിൽ നമുക്ക് 6 മണി വരെ ഇത് വലിപ്പിക്കാൻ പറ്റും. ഒന്നും കൂടി നിന്നാൽ മതി, അപ്പൊ മിസ് എല്ലാവരെയും വരും. വെയിറ്റ് ചെയ്യാം കേട്ടോ, നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗൈസ് പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത്, ഇത് വണ്ടിയുടെ ഉള്ളിലേക്ക് എയർ അടിച്ച് കയറാതിരിക്കാണ്ട് ചെയ്താക്കുന്നതാണ്. പിന്നെ വണ്ടി ഹീറ്റ് ആകുന്നില്ല. ഈ ക്ലൈമറ്റ് വണ്ടി ഹീറ്റ് ആവില്ല. അങ്ങനെ ഹീറ്റ് ആകാതെ വാഹനം ഓടിക്കഴിഞ്ഞാൽ വാഹനത്തിന്റെ എഞ്ചിനും അതുപോലെ ഇതിന്റെ പെർഫോമൻസിനും ബാധിക്കും. അപ്പം അടിയിലും ഇതുണ്ട്, ഇതിലും കയറാനും സ്ഥലമാക്കിയിട്ട് പിന്നെ ഞങ്ങൾ കെട്ടിയാൽ വെള്ളം കട്ടയാവും. ആന്റി ഫ്രീസർ ഓയിലൊന്നും അല്ല നമ്മൾ വെച്ചേക്കുന്നത്, ആന്റിയുടെ അല്ല, ആന്റി ഫ്രീസ്. നല്ല നാടൻ ഇന്ത്യയുടെ സാധനങ്ങളാണ് വെച്ചേക്കുന്നത്. ഈ പോകുന്ന സാധനം എന്താ ഗ്യാസ് ലൈൻ അല്ലടാ? ഗ്യാസ് ലൈൻ ആണോ ഹീറ്റ് ലൈൻ ആണോ? It's me. I'm a YouTuber. Yeah. YouTuber, Instagrammer. Hindu. Thank you. Yeah. ഗൈസ് എന്തായാലും വെയിറ്റ് ചെയ്യട്ടോ, മണിക്കൂറുകളോളം വെയിറ്റ് ചെയ്യേണ്ടി വരും. റഷ്യ പോകാത്തതിന് കാരണം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം നമുക്ക് വിൻ്റർ ടയർ വാങ്ങിക്കണം. രണ്ടാമത്തെ വണ്ടിയുടെ ബെൽറ്റുകളൊക്കെ ഒന്ന് മാറണം. പിന്നെ മൂന്നാമത്തെ കാര്യം റഷ്യ പോകണമെങ്കിൽ നമ്മൾ ഇവിടുന്ന് കസാക്കിസ്ഥാനി മണി ബൾക്കായിട്ട് കൊണ്ടുപോയിട്ട് ബോർഡറിൽ നിന്ന് മാറണം. അപ്പം അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ. അസ്സലാമു അലൈക്കും. യെസ്, ഇവിടുത്തെ പിള്ളേർക്ക് ഭയങ്കര സ്നേഹമുള്ള പിള്ളേരാണ്. ആ കാര്യത്തിലൊക്കെ ഒരു അല്ലേ, ഈ ടൗൺ ഏരിയയിലെ ഉള്ളേരിയയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിള്ളേർ നമ്മളെ ട്രൗസർ കീറിക്കളയും. ആ കൊച്ചിന്റെ ബലൂൺ ലിവിൻ മേടിച്ചെടുത്തു ഗൈസ്. അയ്യോ അല്ലേ, പാവണ്ടാ, തിരിച്ചു കൊണ്ടേ കൊടുക്കാൻ വേണ്ടി പോയിട്ടോ, പാവം. ലിവി അത് തിരിച്ചു കൊണ്ടേ കൊടുത്തു. ഗൈസ് ഫൈനലി ഞങ്ങൾ നേരത്തെ എന്ന സ്ഥലത്തുനിന്ന് ഞങ്ങൾ വാഹനം വേറൊരു സ്ഥലത്തോട്ട് കൊണ്ടുവന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടി. ഇവിടെയാണ് നമ്മൾ ഇത്രയും ദിവസം ഭക്ഷണം കഴിച്ച മറ്റൊരു സ്ഥലം. അവിടെയും കഴിക്കും ഇവിടെയും കഴിക്കും. നമ്മുടെ 2 കാലത്ത് ചോറുണ്ടായിരുന്നു അല്ലേ ഇവിടെ. ഗൈസ് ഒരു ചേച്ചി വീണയും കൊണ്ട് പോന്നു നോക്കണം. വീണയാണോ ചെരവയാണോ? വീണയാണോ എന്തോ സാധനം കൊണ്ട് പോകട്ടോ. ഇറങ്ങി വാടാ കൂട്ടാ. വണ്ടി എന്താ അടച്ചൊന്നും ഗൈസ്. വണ്ടി ഓഫാക്കുന്നില്ല. വണ്ടി ഓഫാക്കി കഴിഞ്ഞാൽ സ്റ്റാർട്ടാകാൻ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഓഫാക്കുന്നില്ല. ഇതിന്റെ ഉള്ളിലേക്ക് വണ്ടി എടുക്കാൻ ഒരു മിഷ്ടമുണ്ട്, മെല്ലെ മെല്ലെ എടുക്കുന്നത്. സത്യം കേട്ടോ, അത് നീ പറഞ്ഞത്. ഗൈസ് ഞങ്ങൾ നേരെ ഇതിന്റെ ഉള്ളിൽ കയറി എന്തെങ്കിലും ഭക്ഷണം കഴിക്കട്ടെ. അവരും ഭക്ഷണം കഴിക്കണല്ലോ. എന്നാ ചിരിക്കുന്നേ? ഗൈസ് നോക്കൂ, നേരെ ഉള്ളിൽ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു. വീണ്ടും എൻ്റെ ഓഫീസറിന്റെ തെറി കേൾക്കുന്നു. ഓസാടാ പോടാ. ഈ കാണുന്നൊക്കെയാണ് ഇവിടുത്തെ ആശുപത്രി കേട്ടോ. ടൗണുകളൊക്കെ എപ്പോഴും ഇങ്ങനെ ഒഴിഞ്ഞ പോലെയാണ്. പ്രത്യേകിച്ച് അങ്ങനെ ആൾക്കാരോ ബഹളമൊന്നുമില്ല. ആൻഡ്രനും ചങ്ങരാതിക്ക് 1-2 ആൾക്കാരും, പോപ്പുലേഷൻ കുറവാണല്ലോ. അടുത്ത സ്ഥലത്ത് വന്നു കേട്ടോ, ഭക്ഷണം കിട്ടുമെന്ന് നോക്കാൻ വേണ്ടി. അവിടെ ഒരു ഹോട്ടലുണ്ട്. അപ്പോൾ അതിനെ ലക്ഷ്യമാക്കി വന്നു. ഇടയ്ക്ക് ഇതേപോലത്തെ കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ ഇടയ്ക്കൊക്കെ ആൾക്കാർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾ അതും പകർത്താൻ വേണ്ടി തീരുമാനിച്ചത്. ഉണ്ടോ വാക്മാൻ്റെ കാലത്തെ വാഹനങ്ങളാട്ടോ. സാങ്യോങ്ങാ പോകുന്നത്. സെബിനെ, ആൾക്കാർ നിന്നോട് ആവശ്യപ്പെട്ടെന്നല്ലേ പറഞ്ഞു ഇൻസ്റ്റാഗ്രാം മെസ്സേജ് അയച്ചേ, കണ്ണിന് കുളിർമയുള്ള കാഴ്ചകൾ. അത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ. ഇവരൊക്കെ നമ്മുടെ വാഹനത്തിന്റെ ഫോട്ടോ എടുക്കാണ്ട് നിൽക്കുന്നതാണ്. ഇവിടെ എന്ത് കഴിക്കാൻ കിട്ടും നോക്കട്ടെ. സുഹൃത്തുക്കളെ, ഏത് കടയിൽ ചെന്നാലും ഈ കാണുന്ന ഹീറ്റർ. ഞങ്ങളൊരു കടയിൽ വന്നു. ഇവിടുന്ന് ചേച്ചിനെ വിളിച്ചു. അല്ല, ഇവിടുന്ന് ചേച്ചിനെ വിളിച്ചോണ്ട് പുറത്ത് പോയി കാണിച്ചു. അത് ഷൂട്ട് ചെയ്യാൻ മറന്നു കേട്ടോ. സംഘർഷ നിമിഷമായിരുന്നു. ഞാൻ പുള്ളിക്കാരി എന്ത് ചെയ്താലും അകത്തൊന്നും ഇറങ്ങുന്നില്ല. പുള്ളിക്കാരി എങ്ങനെയും വല്ലതും ചെയ്താലോടാ. ചേച്ചി പേടിച്ചിട്ടാ. ഗൈസ്, അതായത് ഞങ്ങളുണ്ടല്ലോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എവിടുന്നൊക്കെ എന്തെങ്കിലും അടിച്ചു മാറ്റട്ടെ. ഓരോ കുപ്പി, പിന്നെ ഇതുപോലത്തെ ഉപ്പ്, അതുപോലെ സാധനങ്ങൾ. അവിടെ വാട്സപ്പിന് ഫുഡ് വന്നു കേട്ടോ. ഇത് ഇവിടുത്തെ ഒരു സൈസ് നമ്മുടെ നാട്ടിൽ ബിരിയാണി പോലത്തെ ഒരു സാധനം. മധുരമാണ്, ക്യാരറ്റിൻ്റെ മധുരം. അതിന് നടുക്ക് ഇതേപോലത്തെ 3 ബീഫും കഷ്ണം വെച്ചിട്ടുണ്ട്. ഇതുണ്ടാവും ഇതേപോലത്തെ. അത് കുട്ടി പിടിക്കുക. വാവ്, എന്തിൻ്റെ ഉള്ളിലും ഉള്ളിയുണ്ടോ. ഇത് ചായ കേട്ടോ. ബ്രെഡ് അതിനാ അടി പ്രൈസ് കൊള്ളാം കേട്ടോ. സെബിനെ കഴിച്ചു നോക്കിയാൽ നല്ലടാ. കഴിച്ചു നോക്കടാ സെബിനെ. ഇതിനെന്തൊരു പ്രത്യേക പേര് പറയും കേട്ടോ. നല്ല നെയ്യുണ്ട്, നല്ല നെയ്യൊക്കെ വെച്ചിട്ട് നല്ല. ഗൈസ്, ഇതേ ഡോണർ വന്ന കേട്ടോ. ചേച്ചിയാണ് ഡോണർ കൊണ്ടു തന്നെ. എന്നാ മനസ്സിനെ നല്ല നീളമുള്ള ഡോണർ. ഇത് ഫ്രൈസ്. പച്ചക്കറി വേണ്ടെന്ന് പറഞ്ഞു. ഐസ്ക്രീമില്ല ഫ്രൈസ് ആട്ടോ. ശരിക്കും ഞാനെന്താ ഓർഡർ ചെയ്തേ?
അല്ല മറ്റേത് മന്തി. അത് വന്നല്ലോ. മന്തി വന്നില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ. പറ്റിച്ച് കൈ തന്ന കേട്ടോ. 11,400 രൂപ. നാട്ടിലെ ഒരു 2,000 രൂപ. 2 ഫ്രൈസും ഒരു ഡോണറും കഴിച്ചു. ദിസ് ഇസ് വെരി. ഞാൻ ബാക്കിയുള്ള പൊതിഞ്ഞും കൂടെ എടുത്തിട്ട് ബ്രെഡ് കയ്യിലുണ്ട് കിഷേരി വിടുവോ ഞാൻ. ഇനി നമുക്ക് നേരെ പോയേക്കാടാ. ഗൈസ്, ഈ തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ഈ പോലീസിന്റെ ഈ എമിഗ്രേഷന്റെ ഒക്കെ മെയിൻ സ്ഥലം. ഇതെന്നാണ് എമിഗ്രേഷന്റെ അല്ലടാ. ഞങ്ങൾ കാര്യം തീരുമാനിച്ചു. ഇന്ന് രാത്രി നമ്മൾ ഉസ്ബക്ക് വിസ വരത്തുള്ളൂ. എന്തായാലും നമ്മൾ റഷ്യയിലേക്ക് കയറാൻ തീരുമാനിച്ചു. റഷ്യ കയറിയിട്ട് സാഹചര്യം മനസ്സിലാക്കിയിട്ട് എങ്ങനെയാണ് അവിടെ നമ്മൾ ഇവിടുന്ന് മുന്നൊരുക്കി ചെയ്ത് പോകേണ്ടത് നമുക്ക് അന്ന് കയറി നോക്കാം. മോസ്കോയിലും സെന്റ് പീറ്റേഴ്സ്ബർഗിലും പോയിട്ട് നമുക്ക് നേരെ സെന്റ് പീറ്റേഴ്സ്ബർഗിലും പോയിട്ട് നമുക്ക് ഉസ്ബെക്ക് പോകാം. പൈസ എടുക്കണ്ട, ഇവിടുത്തെ ലോക്കൽ മണി ഒന്ന് എടുത്തിട്ട് പോയാൽ മതി. അത്യാവശ്യം 50,000 രൂപയുടെ. ഗൈസ്, ഞങ്ങൾ അങ്ങനെ നേരെ ഓഫീസിന് ഫുള്ളെത്തി കയറാൻ പോകട്ടോ. കയറാടാ. ഇവിടെ മാഡം വന്നിട്ടില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒന്ന് മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇതാണ് വഴി. മറയും കറിയൊന്നുമില്ല. മറ്റേ ഇതാട്ടോ, മറ്റേ കുഴിയാണ്. സെവി മൂത്രം ഒഴിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാം. കാണിച്ചെടുത്തടാ. എന്തൊക്കെ ഉണ്ടായിട്ട് എന്നാ കാര്യം അല്ലേ? ഇത്രയും വലിയ ഓഫീസ് ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മൂക്കയിൽ ഇതേപോലെ വെച്ചിട്ടാണ് സെവി ഒഴിക്കുന്നത്. ഗ്യാസ് പോലത്തെ മണം കേട്ടോ. അത് ഇവരെ പറഞ്ഞിട്ട് കാര്യമില്ല. മഞ്ഞ് വീഴുന്ന എല്ലായിടത്തും. നമ്മൾ ലഡാക്ക് വഴക്ക് കുരുക്കൂസ. ചൈന, ലഡാക്കിൽ പോയിട്ടുണ്ട്, ചൈന, കസാക്കിസ്ഥാനിൽ പോയിട്ടുണ്ട്, എല്ലാം കുരുക്കൂസി പോയിട്ടുണ്ട്. ഒരു മറയോ വാതിലോ ഒന്നുമില്ല കേട്ടോ. നടന്ന് ഇവിടുന്ന് അങ്ങോട്ട് പോകണം. ഇത് ഇവരുടെ ഗവൺമെന്റ് ഓഫീസിന്റെ ഒരു സൈഡ് ഭാഗമാണ്. നമ്മള് പോലീസ് ഇവിടുത്തെ രീതി ഇതാണ് സുഹൃത്തുക്കളെ. അതാണ്. ഫൈനലി പുറത്തിറങ്ങി. മീറ്റിംഗ് സംഭവം കഴിഞ്ഞു. മീറ്റിംഗ് ഒന്നുമല്ല, നമ്മുടെ എല്ലാ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി സംഭവം കഴിഞ്ഞു. ഞങ്ങൾ പോസ്റ്റ് ഓഫീസിലേക്ക് വിട്ടേക്കുവാണ്. അതായത് നമ്മൾ 7 ദിവസമാണ് ഓവർ സ്റ്റേ ചെയ്യുന്നത്. ഞങ്ങളുടെ കണക്കുപ്രകാരം 8ആണ്. ഇത് കോഴി പോകുന്നുണ്ടോ. ഒരു പെണ്ണിനെ കണ്ടപ്പോൾ അടി ഇങ്ങനെയൊക്കെ ഇപ്പം നമ്മളിവിടുന്ന് പോകൂലോടാ. നമ്മളായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പം നമ്മളായിട്ടൊരു ബന്ധമില്ല കേട്ടോ. നമ്മള് വഴി തെറ്റിപ്പോയി. ഇവിടെ എന്നാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കോമൺ മൈൻഡാണ്. അപ്പോൾ അവരൊക്കെ ഇച്ചിരി മനസ്സ് തുറന്ന് സംസാരിക്കും. അപ്പോൾ മറ്റേ പെണ്ണെ വിട്ടല്ല, അവൾ കൂടുതൽ പോകുന്ന ആണോ. എത്ര വരെ വലിയ മൈൻഡൊന്നും ഇല്ലായിരുന്നു. നമ്മുടെ സോഷ്യൽ മീഡിയ സാധനമൊക്കെ എടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇരുന്ന് ചേച്ചിക്കൊക്കെ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് 5 പൈസ കിട്ടൂല. കാരണം ഞങ്ങൾ അരക്കന്മാരും നക്കികളുമാണ്. ലിവിന് അതിൻ്റെ പരിപാടി ഇല്ലല്ലോ. ഇതിന് അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. ഗൈസ്, ഞാൻ പറഞ്ഞതേ നമുക്ക് 7 ദിവസത്തെ ഫൈൻ അടയ്ക്കണം. അപ്പോൾ അതിന് പോസ്റ്റ് ഓഫീസിൽ പോകണം. 70 ഫണ്ടുണ്ട്. അപ്പോൾ അത് അടച്ചതിന് ശേഷം ഗോ ടു റഷ്യയിൽ നമുക്ക് കസാക്കിലേക്ക് വരാം. എൻ്റെ ലിവിന് വണ്ടി എൻ്റെ ഇതുവരെ എൻ്റെ ഉസ്ബക്ക് വിസ വന്നിട്ടില്ല. അവർ 10-15 ദിവസം കഴിഞ്ഞ് റഷ്യയിൽ നിന്ന് ഇറങ്ങി ഇങ്ങനെ വരാമല്ലോ. എന്നിട്ട് വീണ്ടും പോവാമല്ലോ. ഇവനെ പോയി ഇറങ്ങാം, അല്ലെ ഇവർക്ക് ഇത് പ്രശ്നമാവും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നീ ഓവർ സ്റ്റേ കഴിഞ്ഞാൽ പൈസ എന്താ ഡബിളെങ്ങാണ്ട അങ്ങനെ എങ്ങാണ്ട ഇവിടെ പരിപാടി. മാഡം അടിപൊളിയാട്ടോ. ആ മാഡത്തിന്റെ മോളാണ് ഈ കറുത്തത് അല്ലേടാ. വെളുത്തത് അതല്ല, കറുത്ത കോട്ടിട്ട് ഇങ്ങനെ താഴെ വരെ ആ കോട്ട് വരും. അത് തന്നെ ഇതുവരെ ഉള്ളത്. അപ്പുറത്തുനിന്ന് മറ്റൊരു പെങ്കൊച്ചു പറഞ്ഞ സുന്ദരിയായ കൊച്ചാണ്, സൂക്ഷിച്ചു പോകണമെന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഇവരുടെ രീതിയൊക്കെ കേട്ടോ. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെ രാത്രിയിൽ നടുവേറിൽ കാണിച്ചു തന്നിട്ട് പറയാ അവിടുത്തെ മാഡം ഇയാൾ നിന്നോട് ഇത് പറയാനാ പറഞ്ഞു. ഞങ്ങൾ ഈ ഏരിയയിലെ എല്ലാ പോലീസുകാരും അതായത് നടുവേറിൽ കാണിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ പറഞ്ഞോളാൻ പറഞ്ഞു. എനിക്കത് മനസ്സിലായി. ഞങ്ങൾ എല്ലാവരും അതേപോലെ പറഞ്ഞു. എല്ലാ പോലീസുകാരും മിസ്റ്റർ ബിൻ മറ്റേ ഇതിന്റെ അകത്ത് കാണിക്കില്ല, കാറിന്റെ അകത്ത് എന്നോട് ലിബിനോട് പറഞ്ഞു നമ്മൾ കൈ കൂപ്പിയിട്ട് പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞില്ല നമസ്കാരമായിരിക്കും. ഇവിടുത്തെ പോലീസുകാർ കണ്ട അടിക്കേണ്ട സമയം കഴിഞ്ഞു. ഗൈസ്, ഞങ്ങൾ എല്ലാവർക്കും അറിയാൻ കേട്ടോ ഇവിടെയുള്ള. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരുന്നല്ലോ. അപ്പോൾ നമുക്ക് നേരെ പോയിട്ട് പിന്നെ ഇവരുടെ പോസ്റ്റ് ഓഫീസിൽ പോയി പൈസ ഇടാം. ഇവിടെ കയ്യിൽ മേടിക്കുന്ന പരിപാടി ഇല്ലെന്ന് അവർക്ക് പേടി കേട്ടോ. പൈസ കൊണ്ട് ഞാൻ ചെന്നപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവൂടാ. പണ്ട് ഒരു പോലീസുകാരൻ ഏതോ ഒരു വിദേശി എടുത്തു പൈസ മേടിച്ചതാ. ആ യൂട്യൂബ് എടുത്തിട്ട് വീഡിയോ അല്ലല്ല കുറച്ചായിട്ടാ സേവിനെ. പൈസ എന്തായാലും ഈ 2 കുട്ടികളെ ഫോളോ ചെയ്ത് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോട്ടെ. എന്നിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ട് പേപ്പറൊക്കെ മേടിച്ചിട്ട് നേരെ റഷ്യക്ക് പോട്ടെ. 24 hours ബോർഡറാണ്. അപ്പം പ്രത്യേകിച്ച് ടെൻഷനൊന്നും അടിക്കാനില്ല. ഇതേപോലെ തന്നെ ഇതിലും വലിയൊരു ടൗൺ റഷ്യയിലുണ്ട്. അപ്പം നമ്മൾ നേരെ അങ്ങോട്ടാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് സിം എടുക്കണം. സിമ്മിൻ്റെ പേരിനാ യോട്ട എന്ന് പറഞ്ഞ സിമ്മാണ് എടുക്കേണ്ടത്. അങ്ങനെ കുറച്ച് പരിപാടി. പിന്നെ ഇവിടുന്ന് ATM നിന്ന് പൈസ എടുക്കണം. എന്നിട്ട് ഒരു 35,000 രൂപ എടുക്കണം. എന്നിട്ട് അത് റൂബിലേക്ക് ചേഞ്ച് ചെയ്യണം. എന്നിട്ട് കൈ വെച്ചേക്കാം. ചേഞ്ച് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. അതായത് ഒരു 400-500 രൂപ എടുക്കുന്ന കുഴപ്പമായി. മേലോട്ടാണല്ലേ കൈ വെക്കുന്നതായിരിക്കും നല്ലത്. പൈസ ഇതാട്ടോ കസാക്കിസ്ഥാൻ പോസ്റ്റ് ഓഫീസ്. ഇവിടെ ഡോളർ എത്ര കിട്ടും,
റഷ്യൻ മണിക്ക് എത്ര കിട്ടുന്നൊക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് കേട്ടോ. ഞങ്ങൾ ഇത്ര നേരം വരെ അകത്തായിരുന്നു. 84,000 രൂപയുള്ളൂ കേട്ടോ. ഏകദേശം ബാക്കി പൈസ പുള്ളിക്കാർ കമ്മീഷൻ അടിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. എന്തായാലും കാര്യങ്ങൾ നടന്നല്ലോ. പരിപാടി കഴിഞ്ഞ് പുറത്തിറങ്ങി. സെബിനും ആ പെണ്ണും കൂടെ ഇതാ അങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ ഇത് വീണ്ടും തിരിച്ചു വന്നല്ലോ. ഇതിൻ്റെ സംഭവം ഇവരെന്താ ഉദ്ദേശിക്കണേ? എന്തൊരു ആത്മാർത്ഥതയോടുകൂടി സെബിൻ പോകുന്നില്ല ഇവനെ. അല്ലേടാ രണ്ടുപേരും ആ വഴിക്ക് പോവോ അല്ലേ? ഗൈസ് അവർ തമ്മിൽ അവിടെ എന്തോ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നടാ ഗൈസ് ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നേരെ പോവുകയാണ്. എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. പൈസ ട്രാൻസ്ലേറ്റ് ചെയ്യണ്ടേ? ഗൈസ് ഈ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഭയങ്കര പാടാണ്. അപ്പോൾ ഇവിടുന്ന് വേണം നമുക്ക് അവിടെ പോയിട്ട് ഇവിടെ എവിടെയെങ്ങനെ ഇത് മാറ്റണ്ടേ. ലിബി നേരെ അങ്ങോട്ട് കാർഡ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പം കാർഡ് എടുത്തോണ്ട് വരട്ടെ. നീ പോയിട്ട് വാടാ, നീ സ്ഥലം കണ്ടുപിടിക്കടാ. ആ നമ്മൾ 7,000 കൊണ്ടു കേട്ടോ. ആ ഇന്ന് ലിബിന് ഉറങ്ങത്തില്ല. എന്തൊരു ഉത്തരവാദിത്ത പെൺകുട്ടികൾക്ക് നമ്മളോട്. ഇതും പെണ്ണുങ്ങൾ തന്നെയല്ലേ? ഐസ് ഇതേതൊരു ചിക്കൻ കട കയറ്റിയിട്ട് പൈസ മാറ്റി തരുന്നുണ്ട്. ഇവിടെ കറൻസി എക്സ്ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ ഒരു ചേച്ചി ഇരിപ്പുണ്ട്. ആ ചേച്ചി പൈസ മാറ്റി തരും. ഏതൊരു കടയ്ക്കകത്തൊരു ചേച്ചിയാട്ടോ. ഐസ് ഇവിടെയൊന്നും വലിയൊരു ടൗണില്ല. നമ്മൾ നോർത്ത് ഈസ്റ്റിലും അല്ലെങ്കിൽ നമ്മൾ ആസാമിലൊക്കെ പോകുന്ന പോലത്തെ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനത്തെ ഒരു സംവിധാനമാണ് ഇവിടെ. സെവിൻ ഇതിൻ്റെ ഉള്ളിലുണ്ട് പൈസ മാറ്റുന്നത്. അതിൻ്റെ അകത്തേക്കാണ് സെവിനാട്ടോ. എത്ര കിട്ടുമെന്നുള്ള ഇപ്പോൾ അറിയാം. അമ്മച്ചിയുടെ ഇരിക്കുന്ന അതല്ലേ റൂബിള്. ഈ സാധനമാണ് റൂബിൾ കേട്ടോ. അത് നമ്മുടെ കൈ കിട്ടണ്ടേ. 1000-ന്റെ വരുന്നുണ്ട്. എടാ സെവിനെ നമുക്ക് അവിടെ കിട്ടിയ പൈസ കിട്ടിയോ? അവിടെ കിട്ടിയ 100-ന്റെ അല്ലേ? ഏകദേശം അതാണ് ഇതാണ് ലാഭം. അങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി പൈസ കിട്ടി. ഞാൻ കണക്കൂട്ടിട്ട് അല്ല അതാണ് ഇതാണ് ലാഭം. എന്നാലും ഇങ്ങോട്ട് വരാമല്ലോ കേട്ടോ. യാ കമാൺ അടാ ഇങ്ങോട്ട് വരാനാ പറയുന്നത്. വാ ഗൈസ് ഇവിടുത്തെ ഏറ്റവും വലിയ പോലീസുകാരുടെ മോളാണ് ഫ്രണ്ടിൽ പോകുന്നത്. അപ്പോൾ അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ഹെൽപ്പ് മെൻറ്റാലിറ്റി ഒക്കെ അടിപൊളിയാണ്. പക്ഷേ ടൗണിൽ ഇത്ര സെറ്റപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പുറത്ത് എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ഓഫീസറിനെ ഒന്ന് ആലോചിക്കണം. നമ്മുടെ നാട്ടിലാണുണ്ടല്ലോ കൂടുതലാ. ഇപ്പോൾ ഏതാ ലാഭം? ഇവിടെ ലാഭം. ഇവിടെ ലാഭം. അപ്പോൾ മറ്റേ ബോർഡറിലോ നിസ്സാര പൈസ ലാഭം. നിസ്സാര പൈസ എന്ന് പറഞ്ഞാൽ ഒരു നാട്ടിലെ ഒരു 10-300 രൂപ ലാഭം. ആ ഒരു പാക്കറ്റ് കിങ് മേടിക്കാം അല്ലടാ വേ. എന്ത് കിങ് രാജാവിന്. ലിബിനെന്തിയേ? ലിബിനെ നീ വഴിയിൽ എവിടെയെങ്കിലും വെച്ച് കണ്ടുപിടിക്കണം കേട്ടോ. ലിബിൻ ആടി തൂങ്ങി എത്തിയപ്പോഴത്തേക്ക് ഞങ്ങളും എത്തി കേട്ടോ. ലിബിൻ്റെ വരവൊക്കെ നോക്കിയേ. ഹേയ് ലിബിനെ ഇത്രയും നേരത്തെ എന്നാടാ എത്തിയ? നീ ഒരെണ്ണം വലിച്ചിട്ടൊക്കെ വന്നേന്ന് തോന്നുന്നല്ലേ? ഏതിനറിയാം കേട്ടോ. ലാഭമുണ്ട്. ബാപ്പു എടുത്തിട്ട് വരാം പൈസ. എല്ലാ പരിപാടിയും കഴിഞ്ഞ് പുറത്തിറങ്ങി ഫൈൻ അടച്ചു. ഇവരെ ശ്രദ്ധിക്കണേ. അതെ ഫൈൻ അടച്ചു. എൻ്റെ സ്ലിപ്പുകൾ സാധനങ്ങൾ എല്ലാ സാധനങ്ങളും എല്ലാവരും പാസ്പോർട്ട് സാധനം കിട്ടി. വണ്ടീനെ അങ്ങോട്ട് മാറ്റിച്ചു. അവിടെ ഇട്ടു. ഞങ്ങൾ ഒന്നും കൂടി ATM പോയി പൈസ എടുക്കട്ടെ. എന്നിട്ട് നേരെ വണ്ടി എടുത്തിട്ട് വന്നിട്ട് പൈസ മാറി. ഇപ്പം കുറച്ച് റൂബിൾ കയ്യിലുണ്ട്. അപ്പോൾ അതും കൂടെ ചണത്തി ചോട്ടില്ലേ. അപ്പോൾ അതും കൂടെ എടുത്തിട്ട് നേരെ ഗോ ടു പശു മറ്റേ റോഡിൽ ഇറങ്ങുന്നുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗോ ടു റഷ്യൻ ബോർഡറിലേക്ക് പുള്ളിക്കാരി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരത്തോട് പറഞ്ഞാൽ മതി നമ്പർ ബോർഡറിൽ. അതെ 1500 രൂപയുടെ പവർ. ഇവിടുത്തെ വലിയ പൈസ കേട്ടോ അതൊക്കെ. പിന്നെ ഒരു കേസ് ഞാൻ പറയാൻ മറന്നായി. ഒരു ക്രിട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ട്. അത് ഞാൻ കഴിഞ്ഞിട്ട് റഷ്യൻ ബോർഡർ കഴിഞ്ഞിട്ട് പറയാം കേട്ടോ. ഈ കാണുന്ന മൊത്തം 2 ലക്ഷം കസാക്ക് മണിയും ഈ കാണുന്ന നാട്ടിലെ ഏകദേശം 17,000 രൂപ അടുത്ത് റഷ്യൻ റൂബിളാണ് ഈ ഇരിക്കുന്നത്. അപ്പം ഇതും കൂടി ഇപ്പോൾ ആ കാണുന്ന അമ്മച്ചി എടുത്ത് മാറ്റിയിട്ട് നേരെ വണ്ടി എടുത്ത് റഷ്യക്ക് പോകണം. ഒരു ഇതിലുള്ള ദാക്ഷിണ്യമല്ല. ഇപ്പം കയറാൻ പറ്റുമെങ്കിൽ കള്ളനോട്ടാണോ കള്ളനോട്ടാണോ എങ്ങനെ അറിയോ? ഒറിജിനൽ ആയിരിക്കൂടാ. ആണോ? ആ അല്ല അവിടുത്തെ നമ്മൾ ഡീലാവില്ലോ. മണത്തുമൊക്കെ എങ്ങനെ വീഡിയോ ഉണ്ട്. നോക്കാലോ. ഇത്ര തരുമെന്ന് വെച്ചേക്ക്. ഐസ് നോക്കൂ. ഇത് കണ്ടോ ഈ കാണുന്നതോടെ നമ്മുടെ വണ്ടിക്കുള്ളിലെ ഡിഗ്രി ഇപ്പം 28 അപ്പോൾ ഞാനിതെല്ലാം കുറച്ച് പിന്നെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തു. നേരെ നമ്മൾ പോവുകയാണ്. നേരെ നമുക്ക് ഹൈവേ ചെന്നിട്ട് ആ കടയിൽ ചെന്നിട്ട് അവരോട് ഒരു നന്ദി പറഞ്ഞിട്ട് വേണം പോകാൻ വേണ്ടിട്ടോ. സുഹൃത്തുക്കളെ ദിവസം നമ്മളെ പോസ്റ്റ് ചെയ്താണ് അല്ലേ? പോസ്റ്റിങ് നല്ല അതിന് പറയാം. നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം തന്നു. ഫൈനലി ഞങ്ങൾ ബോർഡർ പമ്പിൽ വന്നു. ലിവിൻ വിശന്നിട്ട് സ്നിക്കേഴ്സ് ഓറിയൊക്കെ ഗൈസ്. ലിവിൻ വണ്ടിയുടെ ഹീറ്ററിൻ്റെ അകത്തും അതുപോലെ ടാങ്കിലും പിന്നെ ഡീസലും സാധനങ്ങളൊക്കെ ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ശ്രദ്ധിക്കണേടാ. അവൻ വന്ന് തുറക്കാൻ വേണ്ടി നോക്കിയായിരുന്നു. തുറന്നോ? ഇല്ലല്ലോ. ഞാൻ പറഞ്ഞ് അടിച്ചിട്ട് വരണമെന്ന്. ഗൈസ് ഇനിയും എന്നെ സംഭവം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. അതായത് നമ്മുടെ ATM കാർഡോ അല്ലെങ്കിൽ നമ്മുടെ ഒരു സാധനമോ ഇനി റഷ്യയിൽ വർക്കാവില്ല. അപ്പോൾ ഇവിടുന്ന് മാക്സിമം അടിച്ചിട്ട് പോയി. ഇനി എല്ലാം കാശ് കൊടുത്തു വേണം ചെയ്യാൻ വേണ്ടി. അതിനാണ് ഈ മണിയൊക്കെ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചേക്കണേ.
ഇതെല്ലാം കാര്യങ്ങൾ ഓരോന്നും നടക്കട്ടെ, എണ്ണയൊക്കെ ഓരോന്ന് അടിക്കട്ടെ കേട്ടോ. നിറഞ്ഞോ? തുളുമ്പിയോ? ഇത്രയും ദിവസം ഞങ്ങൾ പാർക്ക് ചെയ്ത ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലെത്തി. ഇവരാണ് ഞങ്ങൾക്ക് കിടക്കാൻ സ്ഥലമൊക്കെ തന്നെ. അപ്പോൾ ഇവരോട് താങ്ക് യു ഒക്കെ പറയണം, ഈ അപ്പാപ്പനോടൊക്കെ നന്ദിയൊക്കെ പറയണം. ഗുഡ് ഗൈസ്, നോക്കൂ സെവിൻ ഇറങ്ങിയിരുന്നുണ്ട്. ഞങ്ങൾ നേരെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇവരോട് പറഞ്ഞിട്ട് വേണം ഇന്ന് പോകാൻ വേണ്ടി കേട്ടോ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഭക്ഷണം വന്നു കേട്ടോ. ഇതങ്ങ് തിന്ന് കുടിച്ചിട്ട് നമുക്ക് പോവാം. കുർദാക്ക് ബ്രെഡ്, ചായ ചായ ചായ. ഇതാണ് അമ്മച്ചി. അമ്മച്ചി അമ്മച്ചി ഹായ്. ഹായ് അമ്മച്ചി ഇച്ചിരി കൂടെ ഇന്ന് ഇവിടെ എടുത്തിട്ട് വരും ഗൈസ്. അപ്പം ഞങ്ങളിത് കഴിച്ചല്ലോ. എന്നാ നല്ല സ്മെല്ലല്ലേ ഗൈസ്, നല്ല ഫ്രഷ് കുർദാക്കാട്ടോ. അതിനോട്ടാ ഗൈസ്, നല്ല കുർദാക്കും ചായ കൂട്ടി ഇവിടുന്ന് കഴിച്ചിട്ട് നമ്മൾ നേരെ വണ്ടിയൊക്കെ വരുന്നു, ബോർഡർ കിടക്കുന്നു. ആദ്യം കഴിക്കട്ടെ കുട്ടികളെ. ഇനി അങ്ങോട്ടുള്ള സാഹചര്യം അൺപ്രഡിക്റ്റബിളാണ്. കടുത്ത മഞ്ഞാണ്. വളരെ വലിയ വെല്ലുവിളികളാണ് ഇനി നമ്മൾ നേരിടാൻ പോകുന്നത്. അല്ലേ പിന്നെ ഇനി അങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ തണുപ്പുള്ളത്. ലോകത്തിലെ ഏറ്റവും തണുപ്പുള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്, സൈബീരിയ. കുടുങ്ങുന്നുള്ള ഒരു ഉറപ്പ്. ഫൈനലി നമ്മൾ അങ്ങനെ അവരോട് ബൈ ബൈ പറഞ്ഞു. എല്ലാത്തിനും നന്ദി പറഞ്ഞു. യെസ്, തരാനുള്ള കാശും മേടിച്ചു. അതെ, കൊടുക്കാനുള്ള കൊടുത്തു. യെസ് ഗൈസ്, നോക്കൂ ഫൈനലി നമ്മൾ ബോർഡറിലേക്ക് പോവാണ്. അവിടുന്ന് പൈസ ചേഞ്ച് ആക്കുന്നു, അവിടെ നേരെ എൻ്റർ ചെയ്യുന്നു. ഇനി ബോർഡർ ചേഞ്ച് ആക്കുന്ന വീഡിയോ എടുക്കാൻ സമ്മതിക്കുന്നില്ല ആരും. 100% ഉറപ്പല്ലേ? പോടാ ഗൈസ്. ഫൈനലി ബോർഡർ എത്തി തുടങ്ങി കേട്ടോ. വരി വരിയായിട്ട് വണ്ടികൾ കിടന്നു തുടങ്ങി. ഇനി ഇവിടുന്ന് കിലോമീറ്റർ അമ്മച്ചിമാരെ പൈസ ടീമിലൊക്കെ കിട്ടി കേട്ടോ. നോക്കട്ടെ ഒപ്പിക്കാൻ പറ്റുമോ പൈസ. ഇതാ ഈ കാണുന്ന അമ്മച്ചി അപ്പച്ചന്മാരുടെ അടുത്ത് പൈസ ഒപ്പിക്കാൻ പറ്റട്ടെ എന്ന് നോക്കട്ടെ. റുപ്പിയ ഹൗ മച്ച് റൂബർ? ഹൗ മച്ച്? അവസാനം ഞങ്ങൾ 2 ലക്ഷം അവർക്ക് കൊടുത്തിട്ട് 40,000 തിരിച്ചു വന്നു അല്ലേ? 500 കൂടെ അവരോട് തരാൻ പറ, റൗണ്ട് ആക്കാന്ന് പറ. ഓർഡർ എത്തി കേട്ടോ. പൈസ എടുത്ത് ബോർഡറിൽ നിന്ന് മാറ്റണം കേട്ടോ. എന്റെ പോലീസുകാർ കൊണ്ടുപോകും. നമുക്ക് നേരത്തെ ചേഞ്ച് ചെയ്ത് ആ രാജ്യത്തോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാം അല്ലേ? ഗൈസ് ഫൈനലി നമ്മള് പൈസ മാറി. കണ്ടമാനം വണ്ടി കേട്ടോ വഴി കിടക്കണേ. ഇതെല്ലാം കേറിപ്പോള്ളതാണ്. ഇതിന്റെ അകത്ത് കാണുന്ന പേപ്പറുകളുണ്ടോ? ലിബിൻ ആ ഫൈൻ അടിച്ച് ഒരെണ്ണം എടുത്ത് വീശിക്കണ. സെബിന് എങ്ങനെ ഇരിക്കുന്നെന്ന് കാണാലോ. ഗൈസ് ഇതാണ് സംഭവം. 7 ദിവസത്തോട്ട് അടിച്ചു നോക്കുന്ന ലിബിനെ. നീ പറഞ്ഞ 10 ദിവസത്തെ ഇല്ല. അർത്ഥമൊന്നും ആരും ചോദിക്കരുത്. അതെ, ഒന്നും അറിയത്തില്ല. ഇനി സെബിനെ കാണിച്ചേടാ. അടിയിലേട്ടാ എന്റെ. ഇതാണ് സാധനം കേട്ടോ. എന്നാലും നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറി കൊടുക്കാൻ വേണ്ടി പോവാണ്. രാത്രിയിൽ ബോർഡർ കടത്തുന്നതിന് ഒരു കാരണമുണ്ട് ഗൈസ്. വീണ്ടും ഞാൻ എടുത്തു പറയുന്നതിനും ഒരു കാരണമുണ്ട്. എന്തായാലും കാര്യം എന്നാന്ന് വെച്ചാല് നമ്മള് 7 ദിവസത്തെ അവിടെ അടിച്ചു കൊടുത്തിട്ട് നാളത്തെ എത്ര മാസമായി വണ്ടി ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട്? അതും വേറെ കാര്യം. വണ്ടിയുടെ പൊക്കുവെന്ന് അറിയത്തില്ല. സെബിൻ ഇറങ്ങിയിട്ടുണ്ട്. എന്താവോ എന്തോ. ഓ അന്നത്തെ അതേ പോലീസുകാരനാണല്ലോ. എല്ലാരും പറഞ്ഞു ലിബിനെ നിന്നോട് ചെല്ല ഷൂ ഊരുണ്ടായിരുന്നു കേട്ടോ. ലിബിനൊക്കെ അപ്പുറത്തെ സൈഡിൽ എമിഗ്രേഷനിലേക്ക് വിട്ടു. ഞാൻ വണ്ടി ഓടിച്ച് ഈ സൈഡിൽ കൂടെ പോവാട്ടോ. എങ്ങനെയാണെന്നുള്ളൊരു പിടുത്തമില്ല. രാത്രി ആയതുകൊണ്ട് നമ്മൾ ആദ്യമായിട്ടാണ് രാത്രി ബോർഡർ ക്രോസ് ചെയ്യുന്നത്. സാധാരണ നമ്മൾ പകലാണ് ക്രോസ് ചെയ്യാറ് കേട്ടോ. ഓ നമ്മൾ കാരണം ഉണ്ടായ ബ്ലോക്ക് നോക്കി ഗൈസ്. നമ്മൾ കാരണം ഉണ്ടായ ബ്ലോക്കാണ് ഗൈസ് ഈ കാണുന്നത്. ഇനി ഇവിടെ ഇടാനോ ഗൈസ്? ഈ കാണുന്ന ഒരു വലിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ സാധിച്ചു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, വിവരമില്ല ഒരെണ്ണത്തിനും. സംഭവം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ 3 മണിക്കൂറായിട്ട് പോലീസ് പിടിച്ചു നിർത്തിയേക്കായിരുന്നു. ഈ ക്യാമറ കാണുവാണെങ്കിൽ ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഞങ്ങൾക്ക് എക്സിറ്റ് ഒരു പാസ്പോർട്ട് എന്ത് സെബിനെ ഞങ്ങൾക്ക് 3 പേർക്കും എക്സിറ്റ് അടിച്ച് കാണിച്ചാൽ 3 പേർക്കും പാസ്പോർട്ട് എക്സിറ്റ് അടിച്ച് തന്നാണ്. നമ്മുടെ കാർനെറ്റിൽ എക്സിറ്റ് അടിച്ചാൽ ഇവിടെ കസ്റ്റംസ് ഇല്ലെന്നും പറഞ്ഞു ഭയങ്കര ഇതായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്നറിയില്ല. എത്ര സമയം പോയെന്നറിയാമോ? ഇതുണ്ടോ അടിച്ച 3 പേരുടെ സാധനം ഇതേപോലെ തന്നെ ക്യാൻസൽ ചെയ്തു കേട്ടോ. ഷോ ഇനിയിപ്പോൾ എങ്ങനെയാവും എന്താവുന്നൊന്നും അറിയത്തില്ല. നേരെ നമുക്ക് പോവാടാ. ഏതൊക്കെ ഭാഷ പറഞ്ഞു നോക്കി, എന്തൊക്കെ ചെയ്തു നോക്കി. $100 അല്ല, $1000. $1000. 90,000 രൂപ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതിന്.
പോലീസുകാരനുണ്ടോ പകുതി പൈസ? ആ 15,000 രൂപ കൊടുക്കുമായിരുന്നെങ്കിൽ 10 ദിവസം വിസയും കൂടെ എടുക്കാം. ഗൈസ് ഇനി ശരിയാട്ടോ, അത്രയും പൈസ കൊണ്ട് കൊടുക്കണം ഗൈസ്. ഇവിടെ കസ്റ്റംസ് ഇല്ല, ഇവിടെ നിന്ന് ചെയ്തു തരാൻ പറ്റില്ല, അത്രാവ് പോവും, അല്ല അടുത്ത ബോർഡർ. ഇതാണ് ഇവർ പറയുന്നത്. അപ്പം ഞാൻ പോയിട്ട്, ഞാനല്ല ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നും കൂടെ പോയി സീൽ കിട്ടുമെന്ന് നോക്കട്ടെ. ഇല്ലെങ്കിൽ നമ്മൾ പെടുമെന്ന് വെച്ചാൽ പെടും. അല്ലെങ്കിൽ അങ്ങനെ പറ്റില്ല, കസ്റ്റംസിന് കിട്ടണം. ബാ ഗൈസ്, ഇതൊരു ഏജന്റ് ആട്ടോ. ആകെ കുടുങ്ങലായല്ലോ ഇവൻ്റെ അടുത്ത്. ഗ്ലാസ് പകുതിക്ക് ആക്കിയാൽ മതിയേ, ഫുള്ള് ആക്കണ്ടേ. അവിടുത്തെ മാഡം No help, I am... No, I am going to head office. Head office. Here. എന്തോ ചെയ്യൂന്ന് പറഞ്ഞു പോലീസ്. സെയിം പൈസ അടിക്കാനുള്ള പമ്പൻ ടീമാ ഗൈസ്. അറിയാതെ ഇവന്മാര് പോയി സഹായം ചോദിച്ചാട്ടോ. അവര് പുറകെ തന്നെ കൂടണമെങ്കിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവൂലേ ഗൈസ്. ഇതേപോലെ ഇത് ഡേഞ്ചർ ഏരിയ കേട്ടോ, ഈ ബോർഡർ, റഷ്യൻ കസാക്ക് ബോർഡർ വളരെ ഡേഞ്ചർ ഏരിയ ഗൈസ്. ഫൈനലി നമ്മൾ വന്ന അതേ പോലീസ് സ്റ്റേഷനിൽ ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് പോലീസ് സ്റ്റേഷനാണോ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഇനി ഇവർക്കേ നമ്മളെ രക്ഷിക്കാൻ പറ്റുള്ളൂ ഗൈസ്. സംഭവം എന്നാന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. കാരണം SSCയിൽ കിട്ടുന്നില്ല അല്ലേ ഇവനെ? കുടുംബചിത്രം കാണാതെ ഇങ്ങോട്ട് വാടാ ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. കുറച്ചധികം ബോർഡറിൽ നിന്നു. അതെ, അപ്പം നാളെ ഇവിടെ നിൽക്കാനാണ് പറഞ്ഞത്. ലിബിൻ കാല് വരെ പിടിച്ചോട്ടോ. ഞങ്ങളുടെ കുറെ പരിപ്പും പോയി. അതെ, ഞാൻ കൊടുക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ അതേപോലെ തന്നെ കുതിരയ്ക്ക് കൊടുക്കുന്ന തേന, പിന്നെ എന്നടാ തത്തമ്മയ്ക്ക് കൊടുക്കുന്ന ഒരു അകത്ത് പരിപ്പുള്ളൊരു സാധനമുണ്ട്. എല്ലാം പോയി ഗൈസ്. ഞങ്ങൾ രാവിലെ വന്ന അതേ ബാത്റൂമിനോട് ചേർന്ന് കിടപ്പുണ്ട്. നാളെ നിൽക്കാൻ പറഞ്ഞു. അല്ല, നാളെ ഒരു കാരണവശാൽ ഉസ്ബക്ക് കിട്ടി അങ്ങോട്ട് പോകണം. നാളെ എല്ലാ കാര്യം പറയാം ഗൈസ്. അപ്പം നാളെ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഗൈസ്. ബോർഡറിൽ മണിക്കൂറുകൾ നീണ്ട വാദപ്രതിവാദങ്ങളായിരുന്നു. ഒരു കാര്യം അവസാനം മനസ്സിലായി. ഞങ്ങൾ പറഞ്ഞു അവർക്കും മനസ്സിലായില്ല, അവർ പറഞ്ഞു നമുക്കും മനസ്സിലായി. അതെ, കസ്റ്റംസ് ഇല്ലാത്ത ഒരു ബോർഡർ ആണെന്നാണ് അവര് പറഞ്ഞത്. പക്ഷെ അതിനകത്ത് അപ്പുറത്ത് എക്സ്റേ ഒക്കെ ചെയ്യുന്ന സ്ഥലമുണ്ട്. ഉറാല് പോകാനല്ലേ പറഞ്ഞത്. നിർത്താട്ടോ, നാളെ കാണാം ഗൈസ്.